ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഷിനുവിൻ്റെ ബർത്ത്ഡേ ആണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ 12 വയസ്സായി. അപ്പോൾ പിന്നെ ഇന്ന് എനിക്ക് അവൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്ര സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ബിരിയാണി ഉണ്ടാക്കി. അതേപോലെ പിന്നെ അവൾക്ക് ഇഷ്ടമാണ് ബ്രോസ്റ്റ്, അതുണ്ടാക്കി. അവൾ പിസ്സയും അതുപോലെ ബർഗറൊക്കെ ഉണ്ടാക്കണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും എനിക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ ഉണ്ടാക്കിയില്ല. അപ്പോൾ ആ പെട്ടെന്ന് തന്നെ ഒരു ബിരിയാണി റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പുറത്ത് ബിരിയാണി പോട്ടിൽ നെയ്ച്ചോറ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ നമുക്ക് മസാലയും കൂടെ റെഡിയാക്കി എടുക്കാം. ഇത് ലഗോൺ കോഴി വെച്ചിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. ലഗോൺ കോഴിൻ്റെ ബിരിയാണി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. കാരണം ആ മസാലയിലൊക്കെ കിടന്നിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് കുറേ സമയം വേവിച്ചെടുക്കുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ആ മസാല റെഡിയാക്കാനായിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് നെയ്യും അതേപോലെ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. മസാല റെഡി ആകുമ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറും അപ്പുറത്തെ അടുപ്പത്ത് നിന്ന് റെഡി ആയിക്കോളൂ കേട്ടോ. നെയ്ച്ചോറ് ഞാൻ ഇന്ന് കുക്കറിലല്ല വെച്ചത്, ബിരിയാണി പോട്ടിലാണ്. അങ്ങനെ ഒരടുപ്പത്ത് സവാള വഴറ്റാനും വെച്ചിട്ടുണ്ട്, മറ്റേ അടുപ്പത്ത് നെയ്ച്ചോറും ആകുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ബ്രോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണേ. അതിനായിട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്, ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് വെള്ളത്തിൽ. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിന് മുമ്പേ ബ്രോസ്റ്റിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാൾ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ അത്രയൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് വെക്കണം. ഏകദേശം ഒരു 3-4 മണിക്കൂർ ചിക്കൻ ഇതിൽ നിൽക്കണേ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഞാൻ നമ്മുടെ ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ചിക്കൻ്റെ പീസ് മുഴുവനായിട്ട് ഇട്ടിട്ട് ഇനിയിപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഞാൻ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ അവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം കേട്ടോ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാൽ അറിയാത്തവർക്കായിട്ട് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഒരു പാനിലേക്ക് ഓയിലും നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്കായ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചു. എന്നിട്ട് ഒരു സവാള ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുക്കറിൽ വെക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ്. പക്ഷേ നമ്മൾ ബിരിയാണി പോട്ടിലൊക്കെ വെക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം മതിയാവും. എന്നിട്ട് വെള്ളം തിളച്ചിട്ട് നമുക്ക് അതിലേക്ക് അരിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ ക്യാരറ്റും അതുപോലെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് ഇവിടെ വലിയൊരു ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ചേർക്കാത്തത്. അങ്ങനെ നമ്മുടെ റൈസ് അവിടെ ആകുന്നുണ്ട്. ആ സമയം ഞാൻ നമ്മുടെ മസാലയിലേക്ക് സവാള നന്നായിട്ട് വഴറ്റിയിട്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 കിലോ ചിക്കനിലേക്ക് 4 വലിയ സവാളയും അതുപോലെ തന്നെ 4 തക്കാളിയും ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഏകദേശം 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലപ്പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ലഗോൺ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചുടുവെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇനിയിപ്പോൾ ഫിദു വാങ്ങിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ ഈ ഗിഫ്റ്റ്. അവന് പെട്ടെന്ന് തന്നെ പോകാനുള്ളതുകൊണ്ട്, അവനിന്ന് എവിടെ പോകാണ്ട്, അതുകൊണ്ട് തന്നെ അവന് വേഗം കൊടുത്തു. പക്ഷേ അവനെ എടുത്തു കൊണ്ടുവന്നപ്പോഴേക്ക് അച്ഛന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവളാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇവക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കളറിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നന്നായിട്ട് വരയ്ക്കും. അപ്പോൾ ഒരു ഡ്രോയിങ് ബുക്കും അതേപോലെ തന്നെ ഒരു 3-4 മോഡൽ കളറുകളൊക്കെ ഉള്ള ഒരു കിറ്റ് വാങ്ങിച്ചു കൊടുത്തതായിരുന്നു. എന്നോട് ഫിദു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. കണ്ടോ, എല്ലാ മോഡൽ കളേഴ്സും അതിലുണ്ട്. വാട്ടർ കളറ്, പെൻസിൽ കളറ്, പിന്നെന്താ ക്രയോൺസോ, പിന്നെ ഓയിൽ പേസ്റ്റ്, അങ്ങനെ ഒരുപാട് കളേഴ്സ് അതിലുണ്ടായിരുന്നു കേട്ടോ ആ കിറ്റിൽ. അങ്ങനെ ഇപ്പോൾ അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ്. അങ്ങനെ അവരതൊക്കെ കൊടുത്തിട്ട് പിന്നെ ഫിദു കുളിക്കാനൊക്കെ പോയി. അവന് പുറത്ത് പോകാണ്ട്. അപ്പോൾ അവൻ പോകുന്നതിന് മുമ്പേ എനിക്ക് ചോറാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്താണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയായിരുന്നു. കാരണം ഒരുപാട് സമയം നമ്മൾ ഈ ചിക്കൻ വേവുന്നത് വരെ ഈ മസാലയിലൊക്കെ കിടന്ന് വേവുമ്പോൾ നന്നായിട്ട് മസാല പിടിക്കും. അതുപോലെ തന്നെ ചിക്കൻ മസാലയും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ വലിയൊരു ബിരിയാണി പോട്ട് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റൈസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
പിന്നെ ഞാൻ ഇതേപോലെ ദം ചെയ്തെടുക്കുമ്പോൾ വേണമെങ്കിൽ സവാള ഒരു ബ്രൗൺ നിറാകുന്ന വരെ വഴറ്റിയിട്ട് നമുക്കതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇവിടെ മക്കൾക്കൊന്നും ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കാത്തത്. ബിരിയാണിയൊക്കെ ദം ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഒരു പുഡിങ് കൂടെ തട്ടിക്കൂട്ടാന്നേ. ഒരു ഇളന്നി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതിൽ കാമ്പുണ്ടായിരുന്നു കേട്ടോ. അതും അതിൻ്റെ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഒരു പാക്കറ്റ് പാലിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് മതിയാവും. ഞാൻ അത് 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് സോക്ക് ചെയ്തിട്ട് ഞാൻ അപ്പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ സമയം തന്നെ ഇതാ പാലും ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എൻ്റെ കയ്യിൽ അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ മധുരത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഇതാ ഞാൻ സിമ്മിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇളന്നി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് എന്ന്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല തിക്കായിട്ടായിരുന്നു കേട്ടോ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ലൂസാക്കി അടിക്കരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതാ കണ്ടോ, ഈ ഒരു തിക്കിലാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ വെള്ളം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ അത് പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ഒരുപാട് സമയത്തിട്ട് തിളപ്പിക്കേണ്ട. നമുക്കിതാ മെൽറ്റാക്കിയെടുത്ത ചൈന ഗ്രാസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൈന ഗ്രാസിനും പാലിനും ഒരേ ചൂടാവണം കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ ചൈന ഗ്രാസ് ഒഴിച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരുപാട് സമയം ഇളക്കണ്ട, കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ അത്രയും മതിയാവും. ഇനി ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. എൻ്റെ പുഡിംഗ് ട്രേ ഒരുപാട് വലുതായതുകൊണ്ട് തന്നെ ഞാനൊരു പ്ലേറ്റിലായിരുന്നു ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി തിരക്കിൻ്റെ ഇടയിൽ. ഇനിയിപ്പോൾ സെറ്റാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതാ ബ്രോസ്റ്റും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതാ മൈദ, കോൺഫ്ലവർ പൊടി, അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താണ്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ബ്രോസ്റ്റിൻ്റെ മുഴുവനായിട്ടുള്ള റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല. എല്ലാത്തിനും കൂടെ റെസിപ്പി കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഈ മാവും അതുപോലെ തന്നെ 1 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ പൊടി, ഇതേപോലെ തന്നെ നല്ല ജീരകവും കാശ്മീരി മുളക് പൊടിയും, അതേപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മാഗി ക്യൂബ് കേട്ടോ. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, മാഗി ക്യൂബിൽ ഉപ്പുള്ളതുകൊണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഞാൻ അത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം മാഗി ക്യൂബൊക്കെ ഇട്ടതല്ലേ, അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. അതാണ് ഈ ഒരു മാവ്. ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ്റെ പീസ് ആദ്യം ആ മാവിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത്. ബാക്കി രാത്രി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴൊക്കെ ആവശ്യമുള്ളത് മാത്രം മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയം ഓയിൽ ചൂടാനായിട്ടും വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 പീസ് അത്രയും ഞാൻ ആദ്യം എടുത്തിട്ട്, എന്നിട്ട് നമ്മുടെ കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം ഇനി നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പൊടി നനഞ്ഞ് പോകും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടെ ചെയ്തെടുക്കുക. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ഒറ്റ പ്രാവശ്യം തന്നെ ചെയ്യുന്നുള്ളൂ. ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ നന്നായിട്ട് കിട്ടുന്നുണ്ടേ. ഇനിയിപ്പോൾ ഇതുപോലെ പൊടിയിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് കൊട്ടി കൊടുക്കുക. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണേ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയത്തിലേക്ക് കുറച്ച് വെക്കണം. അല്ലാതെ തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കരുതേ. അപ്പോൾ ഞാനൊരു 5 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ പീസായിരുന്നു കേട്ടോ, വലിയ പീസല്ല. ഇനി നമുക്ക് തിരിച്ചും മറിച്ചിട്ടൊരു നല്ലൊരു ബ്രൗൺ നിറാവുമ്പോൾ ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കുക. ഉൾഭാഗം നല്ല ജ്യൂസിയും അതുപോലെ തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റിയിട്ട് രണ്ടാമത്തെ ബാച്ചും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി വന്നപ്പോഴേക്ക് അച്ചും ഷീനൊക്കെ കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുക്കുകയാണ്. പിന്നെ അനീഫ്ഖൻ്റെ അനിയൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 3 ആൾക്കും ആദ്യം ഫുഡ് കൊടുക്കുകയാണ്. ഫിദു നേരത്തെ ഫുഡ് കഴിച്ചിട്ട് പോയി. ഇനി ഇതും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇവരോട് നേരം വൈകണ്ടെന്ന് പറഞ്ഞിട്ട് അവർ 3 ആളും ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഞാൻ ഷിനുവിന് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വൈകിട്ട് പോയിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ, അനീഫ്ഖാൻ്റെ കൂടെ പോയിട്ട്. ഞാനും അവർക്ക് ഇഷ്ടപ്പെട്ട ഫാൻസി ഐറ്റംസ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്.
ഞാനൊരു മാല, ബ്രേസ്ലെറ്റ്, അതേപോലെ തന്നെ മോതിരം, പിന്നെ മൂക്കുത്തി ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് ഷിനുവിന് വാങ്ങിച്ചാലും അത് അച്ചുവിന് കിട്ടണം, അതുകൊണ്ട് തന്നെ അച്ചുവിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അവൾ പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് തന്നെ രണ്ടാൾക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹെയർ ബോ, അതുപോലെ തന്നെ ഒരു ഹെയർ ബണ്ണും, അത്രയൊക്കെ കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു റിങ്ങും കൂടെയാണ്. രണ്ടാൾക്കും മൂക്കുത്തി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാൾക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ പുഡിങ്ങൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലായിരുന്നു കേട്ടോ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടൊരു പുഡിങ് ആയിരുന്നു കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ചെയ്യും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.